അടുത്തതായി നമ്മൾക്ക് കോസ്റ്റ് കൺട്രോൾ സെന്ററിലെ പ്രോപ്പർട്ടീസ് സെക്ഷൻ കാണാം. ഇവിടെ നിങ്ങൾ ലിസ്റ്റ് ചെയ്ത പ്രോപ്പർട്ടീസിന്റെ ലിസ്റ്റ് കാണാവുന്നതാണ്. പ്രോപ്പർട്ടി ID, പ്രോപ്പർട്ടി ടൈറ്റിൽ, സിറ്റി, പ്ലാൻ ടൈപ്പ്, സ്റ്റേറ്റസ് എന്നിങ്ങനെയായിട്ട് നിങ്ങൾക്ക് ഫുൾ ലിസ്റ്റ് കാണാൻ സാധിക്കുന്നതാണ്. ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി സെർച്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ സെർച്ച് ബാറിൽ പ്രോപ്പർട്ടി നെയിമോ സിറ്റിയോ പ്രോപ്പർട്ടി IDയോ സെർച്ച് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഇവിടെ പ്രോപ്പർട്ടി സ്റ്റേറ്റസ് ചേഞ്ച് ചെയ്യാവുന്നതുമാണ്. ഉദാഹരണത്തിന് ഓൾ പ്രോപ്പർട്ടീസ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എല്ലാ പ്രോപ്പർട്ടീസും കാണാൻ സാധിക്കുന്നതാണ്. ഡീആക്ടിവേറ്റഡ് പ്രോപ്പർട്ടീസ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഡീആക്ടിവേറ്റഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് കാണാൻ സാധിക്കുകയും ആക്ടിവേറ്റഡ് പ്രോപ്പർട്ടീസ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആക്ടിവേറ്റഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് കാണാൻ സാധിക്കുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ ഈ എല്ലാ ഓപ്ഷനുകളും സെലക്ട് ചെയ്യാവുന്നതുമാണ്. ഒരു സ്പെസിഫിക് പ്രോപ്പർട്ടി അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ആ പ്രോപ്പർട്ടിയുടെ പേര് അല്ലെങ്കിൽ ID അല്ലെങ്കിൽ സിറ്റി വെച്ച് നമുക്ക് സെർച്ച് ചെയ്യാം. ശേഷം പ്രോപ്പർട്ടിയിൽ ക്ലിക്ക് ചെയ്താൽ പ്രോപ്പർട്ടിയുടെ പേജ് ഇവിടെ ഓപ്പൺ ആകുന്നതാണ്. ഈ ഒരു സെക്ഷനിൽ നമ്മൾ സെലക്ട് ചെയ്ത പ്രോപ്പർട്ടി ഏതൊക്കെ OTA പ്ലാറ്റ്ഫോമുമായിട്ട് കണക്റ്റഡ് ആണ് എന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ പ്രോപ്പർട്ടി അഥവാ നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണമെങ്കിൽ ക്ലോൺ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ ടൈറ്റിൽ ചേഞ്ച് ചെയ്ത ശേഷം ക്ലോൺ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പ്രോപ്പർട്ടി ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് ആവുന്നതാണ്. അതിനുശേഷം കംപ്ലീറ്റ് ലിസ്റ്റിംഗ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾക്ക് ഇവിടെ പ്രോപ്പർട്ടി ലിസ്റ്റിംഗ് പ്രോസസ്സിലൂടെ വീണ്ടും കടന്നു പോകേണ്ടതുണ്ട്. പക്ഷേ ഇവിടെ എല്ലാ ഫീൽഡുകളും പ്രീ ഫിൽഡ് ആയിരിക്കും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. അഡ്രസ്സ് കാര്യങ്ങളൊക്കെ എല്ലാം റീഫിൽഡ് ആയിരിക്കും. ശേഷം നിങ്ങൾക്ക് ഫോട്ടോസിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ മാറ്റം വരുത്താവുന്നതാണ്. ചില ഫോട്ടോസുകൾ വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. ചില ബെഡ്റൂമുകൾ അഥവാ ഈ ലിസ്റ്റിങ്ങിൽ ഇല്ല എങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാം. ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ എല്ലാ സ്റ്റെപ്പും ഇവിടെ നമ്മൾ ശരിയാണോ എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ശേഷം നമ്മൾക്ക് മാനുവലി ഈ പ്രോപ്പർട്ടിക്ക് വേണ്ടി ബുക്കിംഗ് ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും. അതിനായി ക്രിയേറ്റ് മാനുവൽ ബുക്കിങ്ങിൽ ക്ലിക്ക് ചെയ്ത ശേഷം തന്നിരിക്കുന്ന ഫീൽഡ് എല്ലാം ഫിൽ ചെയ്യുക. ഗസ്റ്റിന്റെ ഫുൾ നെയിം, ഇമെയിൽ ID, ഫോൺ നമ്പർ, പിന്നെ ചെക്ക് ഇൻ ചെക്ക് ഔട്ട് ഡേറ്റ്സ്, ശേഷം എത്ര ഗസ്റ്റ് ആണ് വരുന്നത്, എത്ര അഡൽട്സ്, എത്ര ചിൽഡ്രൻ എന്നിങ്ങനെ എല്ലാ ഫീൽഡും ഫിൽ ചെയ്ത ശേഷം ക്രിയേറ്റ് ബുക്കിങ്ങിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ബുക്കിംഗ് ഇവിടെ ക്രിയേറ്റ് ആകുന്നതാണ്. ശേഷം ഈ പ്രോപ്പർട്ടിയുടെ ഇൻസ്റ്റന്റ് ബുക്കിംഗ് ഓണോ ഓഫോ ആക്കി വയ്ക്കാവുന്നതാണ്. അതിനായി ഇൻസ്റ്റന്റ് ബുക്കിങ്ങിൽ ക്ലിക്ക് ചെയ്ത ശേഷം OK ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇൻസ്റ്റന്റ് ബുക്കിംഗ് ഓഫ് ആകുന്നതാണ്. വീണ്ടും ഓൺ ചെയ്യാനായിട്ട് ക്ലിക്ക് ചെയ്ത ശേഷം OK ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഇൻസ്റ്റന്റ് ബുക്കിംഗ് ഓൺ ആകുന്നതുമാണ്. ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോപ്പർട്ടി ഡീആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ ഡീആക്ടിവേറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം OK എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ പ്രോപ്പർട്ടി ഡീആക്ടിവേറ്റ് ആകുന്നതുമാണ്. അടുത്തതായി കാലണ്ടർ ആൻഡ് പ്രൈസിംഗ്. ഇവിടെ നിങ്ങൾക്ക് പ്രൈസ് ചേഞ്ച് ചെയ്യാനോ ഡിസ്കൗണ്ട് അപ്ലൈ ചെയ്യാനോ ഡേറ്റ് ബ്ലോക്ക് ചെയ്യാനോ അതേപോലെ തന്നെ അവൈലബിലിറ്റി അപ്ഡേറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. അടുത്ത ടാബിൽ ലിസ്റ്റിംഗ് നമ്മൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമ്മൾക്ക് പ്രോപ്പർട്ടി ടൈപ്പ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. അക്കോമഡേഷൻ ടൈപ്പ് നമ്മൾക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്.
അതേപോലെ തന്നെ ഓണർഷിപ്പും നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അടുത്തത് അഡ്രസ്. അഡ്രസ് മാത്രം ഹോസ്റ്റായ നിങ്ങൾക്ക് മാനുവലി ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതല്ല. അഡ്രസ് ചേഞ്ച് ചെയ്യാനായിട്ട് ഹോമി ഹെൽത്ത് സപ്പോർട്ട് ടീമിനെ ബന്ധപ്പെടേണ്ടതാണ്. ശേഷം നിങ്ങൾക്ക് ഇവിടെ ഫോട്ടോസുകൾ വീണ്ടും തിട്ടപ്പെടുത്താവുന്നതാണ്, ചേഞ്ച് ചെയ്യാവുന്നതാണ്, ആഡ് ചെയ്യാവുന്നതുമാണ്. ശേഷം നിങ്ങളുടെ പ്രോപ്പർട്ടി KYC ഡോക്യുമെന്റ്സ് ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ലിസ്റ്റിംഗ് സമയത്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വീണ്ടും അപ്ലോഡ് ചെയ്യുവാനായിട്ട് ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. ശേഷം ഗസ്റ്റ് കൗണ്ട്, ബെഡ് കൗണ്ട്, ബെഡ്റൂം കൗണ്ട്, ബാത്റൂം കൗണ്ട് എന്നിങ്ങനെ അപ്ഡേറ്റ് ചെയ്യാനും ചേഞ്ച് ചെയ്യാനും സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ അമ്യൂണിറ്റീസ്, ഇതും നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനാവുന്നതാണ്. ഇവിടെ തന്നിരിക്കുന്ന എല്ലാ ഫീൽഡും ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ, ടൈറ്റിൽ ഇവിടെ വെച്ച് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനാകുന്നതാണ്. പ്രോപ്പർട്ടി നെയ്ബർഹുഡ് ഡിസ്ക്രിപ്ഷൻ, ഇതും ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. പ്രൈസ് പെർ നൈറ്റ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ കലണ്ടർ ആൻഡ് പ്രൈസിങ്ങിൽ പോയി ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തതായി ചെക്ക് ഇൻ ചെക്ക് ഔട്ട് ടൈം ഇവിടെ വെച്ച് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി ഇതിലെ ക്ലിക്ക് ചെയ്തിട്ട് വേണ്ട ടൈം സെലക്ട് ചെയ്യാവുന്നതാണ്. പ്രോപ്പർട്ടിയിൽ ക്യാമറ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ബുക്ക് മാർക്ക് ചെയ്യാവുന്നതാണ്. ഇൻസ്റ്റന്റ് ബുക്കിംഗ് നിങ്ങൾക്ക് ഇവിടെ വെച്ച് ഓഫോ ഓണോ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ക്യാൻസലേഷൻ പോളിസി നിങ്ങൾക്ക് വേണ്ടത് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ചേഞ്ചും ചെയ്യാവുന്നതാണ്. ഹൗസ് റൂൾസും നിങ്ങൾക്ക് ഇവിടെ വെച്ച് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. കൂടുതൽ ഹൗസ് റൂൾസ് നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താവുണ്ടെങ്കിൽ അതും വരുത്താവുന്നതാണ്. ശേഷം സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. ചെക്ക് ഇൻ മെത്തേഡ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ വെച്ച് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ചെക്ക് ഇൻ ഇൻസ്ട്രക്ഷൻസും ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. അവസാനമായിട്ട് ലിസ്റ്റിംഗ് സ്റ്റേറ്റസ് ഇവിടെ നിങ്ങൾക്ക് ഡീആക്ടിവേറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. നിങ്ങളുടെ പ്രോപ്പർട്ടി ഇവിടെ ഡീആക്ടിവേറ്റ് ആയി കഴിഞ്ഞു. വീണ്ടും റീആക്ടിവേറ്റ് ചെയ്യാനായി ക്ലിക്ക് ചെയ്ത് ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ പ്രോപ്പർട്ടി വീണ്ടും ആക്ടിവേറ്റ് ആയി കഴിഞ്ഞു. അടുത്തതായി ഓൾ പ്രോപ്പർട്ടി ലിസ്റ്റിലേക്ക് പോകാനായി ഓൾ പ്രോപ്പർട്ടീസ് ക്ലിക്ക് ചെയ്യുക. അടുത്തതായി മാജിക് ക്ലസ്റ്റർ എന്ന ഫീച്ചർ പരിചയപ്പെടുത്താം. ഈ മാജിക് ക്ലസ്റ്റർ എന്ന ഫീച്ചർ ഡബിൾ ബുക്കിങ്ങിനെ തടയാൻ സഹായിക്കുന്നു. അതായത് ഉദാഹരണത്തിന് നിങ്ങളുടെ പ്രോപ്പർട്ടി ഒരു 4 ബെഡ്റൂം വില്ല ആണെന്ന് കരുതുക. നിങ്ങൾ നിങ്ങളുടെ പ്രോപ്പർട്ടിയെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു 4 ബെഡ്റൂം പ്രോപ്പർട്ടി ആയിട്ടും പിന്നെ അതേപോലെ തന്നെ ഒരു 2 ബെഡ്റൂം പ്രോപ്പർട്ടി ആയിട്ടും വേറൊരു 2 ബെഡ്റൂം പ്രോപ്പർട്ടി ആയിട്ടും നിങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് കരുതുക. അപ്പോൾ ക്ലസ്റ്റർ തയ്യാറാക്കുന്നതിനായി ന്യൂ ക്ലസ്റ്ററിൽ പോകുക. ശേഷം നിങ്ങളുടെ ക്ലസ്റ്ററിന് ഒരു പേര് നൽകാവുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടപ്രകാരം എന്ത് പേരും നിങ്ങൾക്ക് നൽകാവുന്നതാണ്. ഉദാഹരണത്തിന് ശേഷം ഇവിടെ എൻറ്റയർ ലിസ്റ്റിംഗ് ആയ പേരന്റ് ലിസ്റ്റിങ്ങിനെ സെർച്ച് ചെയ്യുക. ശേഷം ഇവിടെ അതിൻ്റെ ചൈൽഡ് ലിസ്റ്റിംഗ്സ് ആയ
പ്രോപ്പർട്ടി സെലക്ട് ചെയ്യുക. അതിന് എത്ര ചൈൽഡ് ലിസ്റ്റിങ്സ് ഉണ്ടോ അത് നമ്മൾ ഓരോന്നായി ആഡ് ചെയ്യേണ്ടതുണ്ട്. ശേഷം സേവ് ചെയ്യുക.